ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കയറുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് മേജറായിട്ടുള്ള 3 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. ഒന്ന് പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ റീസെൻ്റ്ലി തന്നെ ബ്ലമ്മും ഡോഗ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടുള്ള ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടാവാമോ ഒന്ന് ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൈൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഈ ബ്ലമ്മിൻ്റെയും ഡോഗ്സിൻ്റെയും അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോജക്റ്റിലേക്ക് ട്രഷറിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് പോകാം. അപ്പോൾ പൈയിൽ കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉണ്ടായിരുന്ന കോയിൻസ് ഒക്കെ എവിടെ, എൻ്റെ ഉണ്ടായിരുന്ന മൈഗ്രേറ്റ് ആവാത്തതും എൻ്റെ കുറേ ഹോൾഡ് ആയതും ട്രാൻസ്ഫറബിളും എല്ലാ കോയിൻസും ഒന്നും കാണാനില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഗ്രേസ് പീരീഡ് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ടു 8 AM UTC ഓൺ മാർച്ച് 14, 2025. അപ്പോൾ 8 AM UTC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സമയത്തിൽ 1:30 PM ആകുമ്പോൾ ഇതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ KYC എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഹ്യൂമൻ വെരിഫിക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസിൽ ഒരുപാട് കോയിൻസ് ഒക്കെ പോകുമെന്ന് അവർ റീസെൻ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ഡെഡ് ലൈനും തന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യം മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ഒക്കെ പോകും. അപ്പോഴും അവരിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു 6 മാസം however giving the 6-month grace period along with its multiple extension that should have been given Poiner plenty of opportunity to verify and receive their pie ഓൺ ദ മെയിൻനെറ്റ് ആൻഡ് ദ എൻഗ്രേസ് പീരീഡ് ഈസ് ഇൻ. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് നിങ്ങൾ മൈൻ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പ് തന്നെ നിങ്ങൾ മൈൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 6 മാസത്തിന് മുമ്പുള്ള വരെ ആയിരിക്കും അതൊക്കെ ആ കോയിൻസൊക്കെ നമുക്ക് അവിടെ ഹോൾഡായി കിടക്കാനും ബാക്കിയുള്ള ആ 6 മാസം കഴിഞ്ഞിട്ടുള്ള കോയിൻസൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ ഇപ്പോൾ വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു കോയിനും ഉണ്ടാവാനുള്ള ഒരു വഴി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ എനി പോയിനർ ടു കംപ്ലീറ്റ് ദ റിക്വയർഡ് സ്റ്റെപ്പ് ടു അവോയ്ഡ് ഫോർഫ്രൈറ്റിംഗ് ദെയർ പാസ്റ്റ് മൊബൈൽ ബാലൻസ്. അപ്പോൾ പഴയ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവർ എന്തുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ പൈ കോയിൻസ് ഒക്കെ ഇപ്പോൾ കാണാതെ ആയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പോയിട്ടുണ്ടാവാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തോടെ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ മേജറായിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് വാല്യൂ എന്താ കൂടാത്തതെന്ന് പൈഡേ അല്ലേ, ഇതിൻ്റെ വാല്യൂ എത്രയാണ്, ഇതിൻ്റെ വാല്യൂ എന്തുകൊണ്ട് കൂടിയില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും അത് എന്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആൾറെഡി തന്നെ മാർക്കറ്റ് വളരെയധികം ഡൗൺ ആണ്. അപ്പോൾ ബൈനാൻസിൽ ലിസ്റ്റ് ആയാൽ പ്രോബബിലിറ്റി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബൈനാൻസിൽ ഇത് ലിസ്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയൊരു വാല്യൂ ഒക്കെ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വാല്യൂ ചേഞ്ച് വരാൻ അത് ട്രേഡിംഗ് ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് വാല്യൂ ചേഞ്ച് വരാനും ഇല്ലെങ്കിൽ വാല്യൂ കൂടാനും ഒക്കെ ആരാണ് നിശ്ചയിക്കുക, അതിൻ്റെ കോർ ടീമാണ് നിശ്ചയിക്കുക. അങ്ങനെയുള്ള ഒരു ലിസ്റ്റിങ്ങിൻ്റെ പല ഹിൻറ്റുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി ഇതിനൊരു വാല്യൂ കൂടിയിട്ടില്ല. ഈ ഒരു പൈഡേ എന്ന് പറയുന്നത് ഈ ഒരു മാർച്ച് 14 മുക്കാൽ ഭാഗം ആകുമ്പോഴാണ് സ്റ്റാർട്ടൊക്കെ ആവുക, അല്ലെങ്കിൽ മാർച്ച് 15 സ്റ്റാർട്ട് ആവുക എന്നാണ് നമുക്ക് ഓവറോൾ ഒരു ജനറൽ നോളജൊക്കെ ഉള്ളത്. അപ്പോൾ മേ ബി ആ ഒരു സമയമാകുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വാല്യൂ കൂടാം. ഇപ്പോൾ നമ്മുടെ കറൻ്റ് ചാർട്ടൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ വളരെയധികം ഡ്രോപ്പും വളരെയധികം അങ്ങനെ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്. സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൂടി ഇപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പൈ ടോക്കൺ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കോർ ടീം നിങ്ങളുടെ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ ഒരു കോർ ടീം നിങ്ങൾക്ക് നല്ല വല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് മാർക്കറ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണല്ലോ ഇപ്പോൾ റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ ആയെന്ന് വിചാരിച്ചാലും മേ ബി അങ്ങനെ ഒന്നും നടക്കാതെ പോകാം. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞാൽ വളരെയധികം മാർക്കറ്റൊക്കെ ഹൈ ആവുമെന്ന് പറഞ്ഞു. ഒരു
ചുക്കും നടന്നില്ല എന്നായിരുന്നു അന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. മേ ബി നടക്കാം, ഇല്ലെങ്കിൽ നടക്കാതിരിക്കാം. എന്തായാലും ഇത് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഈ ബ്ലം ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഡോഗ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. നമുക്കതിൻ്റെ മോർ ഇൻഫർമേഷൻ ഇല്ല, ഒരു കാര്യങ്ങളും തന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാം എന്നുള്ളൊരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ഡോഗ്സ് ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഡോഗ്സ് വിത്തിൻ ഷോർട്ട് പീരീഡിൽ നിങ്ങളൊരു ഡൊണേഷനോ ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ലാതെ തന്നെ ആൾക്കാർക്ക് $100 $500 വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടിയിരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇങ്ങനെയുള്ള ടെലിഗ്രാം പ്രൊജക്റ്റിൽ ആദ്യം നോട്ട് കോയിൻ വന്ന ശേഷം ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വന്നിട്ട് വളരെയധികം പ്രോഫിറ്റാണ് ആൾക്കാർക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു 2 ആൾക്കാർ, ഇല്ലെങ്കിൽ ഡോഗ്സ് ആയിക്കോട്ടെ ബ്ലം ആയിക്കോട്ടെ, ഇങ്ങനെ 2 ആൾക്കാർ ഒരു പ്രൊജക്റ്റ് വന്ന് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നു. നിങ്ങളിത് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അവരുടെ ആ ഡോർ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, ഉണ്ടാവാൻ പോകുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീസെൻ്റ്ലി തന്നെ ബ്ലം ഒന്ന് ഓപ്പൺ ആക്കി നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് കാണാൻ പറ്റും. ഡു നോട്ട് ഓപ്പൺ ദിസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി ഡോണ്ട് ബൈ ഇഫ് യു മസ്റ്റ് നോ വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്, ഗോ ഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി ഇതൊരു എയർ ഡ്രോപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രഷർ ഹണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കാം, ഇല്ലെങ്കിൽ NFT കിട്ടുമായിരിക്കാം. ഇപ്പോൾ ഈ ബോട്ടിൻ്റെയൊക്കെ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് ഗിഫ്റ്റ് കാർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ വാല്യൂ തന്നെ 70 ടോൺ സംതിങ് ടോണൊക്കെയാണ്. അപ്പോൾ നമുക്കിത് മേ ബി എല്ലാവർക്കും ഇത് കിട്ടുമോ, മേ ബി എല്ലാവർക്കും കിട്ടാതിരിക്കാം. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൽ കയറണം. ഇത് ലോഞ്ച് ആവാൻ ഇനിയും 13 ദിവസം ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. എന്താണെന്ന് പറഞ്ഞാൽ 10 റെഫറലെങ്കിലും നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കയറാൻ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു ബോട്ടിനെ പറ്റി ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾറെഡി തന്നെ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ ഒരു ബോട്ടിൻ്റെ ലിങ്കിൽ കയറുക. മേ ബി നമുക്ക് എലിജിബിൾ ആവാം, ഇല്ലെങ്കിൽ ഇല്ലാതെ ആവാം. മേ ബി ഒരു 13 ദിവസം കഴിഞ്ഞിട്ട് ഇത് വെറും ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോട്ടായിട്ട് മാറാനുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് കയറുക. എനിക്കിപ്പോൾ തന്നെ 175 റെഫറിൽ ഇതിൽ കയറിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും കയറും. അപ്പോൾ ഇനി വെറും 13 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കാറ്റിൻ്റെ സിമ്പിളാണ് കിടക്കുന്നത്. നിങ്ങൾ നിഴലൊക്കെ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പൗസിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട്, ടെലിഗ്രാമിൻ്റെ കാണിക്കുന്നുണ്ട്, കുറേ ഡയമണ്ട്സിൻ്റെ കാണിക്കുന്നുണ്ട്, ജെംസിൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജെംസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കാർഡൊക്കെ ആയിരിക്കും മേ ബി നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കുക. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ കയറുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ക്വാണ്ടം വാലറ്റിൻ്റെ റീസെൻ്റ്ലി വന്നിട്ടുള്ള അപ്ഡേറ്റും അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലൊരു പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതൊരിക്കലും വളരെയധികം നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഏതൊരു കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റ് പറയുമ്പോഴും ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഫ്യൂച്ചറിലൊക്കെ നമുക്ക് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമ്മത് റെഗുലറായിട്ട് യൂസ് ചെയ്യാനും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊരു ATC കോർ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ റീസെൻ്റ്ലി തന്നെ നിങ്ങൾ അപ്ഡേറ്റ് നോക്കിയെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ പ്രോഫിറ്റ് ഔട്ട്വിറ്റ് വിത്ത് ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ATS ഈസ് എ ഇന്നോവേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടൂൾ ഇൻ്റഗ്രേറ്റിംഗ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ഇൻ്റലിജൻസ്. ഇനിയിപ്പോൾ ഇവർ എന്താണ് കൂടുതൽ കാര്യങ്ങൾ വരാൻ കൊണ്ടുപോകാണ്. ഇപ്പോൾ ആൾറെഡി തന്നെ വാലറ്റ് കൊണ്ടുവന്നു, സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നു, അടുത്ത് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. അവർക്ക് തന്നെ ATU എന്നിട്ടുള്ളൊരു ടോക്കൺ ഉണ്ട്. അതിൽ തന്നെ നിങ്ങളൊക്കെ ആൾക്കാരിനെ കയറ്റുമ്പോൾ $900 ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കത് ക്യാഷ് ആക്കാൻ പറ്റുന്ന SDAU എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ മിനി ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് വളരെയധികം നമുക്കൊരു ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കയറാം, വളരെയധികം യൂസേഴ്സ് കുറവാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പൈസ ഇട്ടിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരിനെ കയറ്റിയിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറൽ ഒരിക്കൽ കയറി നിങ്ങൾക്ക് അപ്പോൾ തന്നെ $900 അവിടെ കണ്ടു. ആ ഡോളർ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാനോ എടുക്കാനോ പറ്റില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടുള്ളത്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ടോക്കൺ ഈ STU എന്ന് പറഞ്ഞിട്ടുള്ള മിനി ടോക്കൺ നിങ്ങൾക്ക് ATU ടോക്കണാക്കി മാറ്റാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെയധികം
വളരെയധികം $900 എന്ന് പറഞ്ഞ് $90 കിട്ടിയാൽ കൂടെ നിങ്ങൾക്ക് എന്താണ് വളരെയധികം യൂസ്ഫുൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊജക്റ്റിൻ്റെ ഒരു കാലാവധി എന്നൊക്കെ പറഞ്ഞാൽ 2035 ലോങ് ടേം ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടോക്കണോമിക്സ് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അതേപോലെ തന്നെ അവൻ്റെ റോഡ് മാപ്പ് കണ്ട ഈ 2024 to 2025 തന്നെയാണ് അവരിങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ക്വാർട്ടർലി വൺ അവർ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും അതേപോലെ തന്നെ AT ടോക്കൺ ലിസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ആൾറെഡി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആൾറെഡി നമ്മൾ കുറച്ച് ടോക്കൺസ് ഒക്കെ വാങ്ങി, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ സ്റ്റേക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വാങ്ങാൻ ഇതിൻ്റെ എണ്ണം കൂടില്ല, അപ്പോൾ ഇതിന് വാല്യൂ ഒന്നും കിട്ടാതിരിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഈ ഒരു ടോക്കണിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കമ്പനി പൊട്ടൻഷ്യൽ ആകുമ്പോൾ അവർ വർഷത്തിൽ നമുക്ക് 18% APR ആണ് തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു $100 കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് $120 ആണ് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് വരുമാനമല്ല. അപ്പോൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഇതിൽ പൊട്ടൻഷ്യലൊക്കെ കാണുന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഓൺ റിസ്കിൽ തന്നെ ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ ഇതിനെപ്പറ്റി അറിയുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്തായാലും ചെയ്യുക. ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോഴല്ല, ഞാനൊരു 4-5 വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് STU ടോക്കൺ എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരുപാട് ടോക്കൺ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എടുക്കാം. ഇത്രത്തോളം ഡോളറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും സാപ്പബിൾ അല്ല. നമുക്ക് ഈ ഒരു STU ടോക്കൺ നമുക്ക് ATU ടോക്കൺ ആയിട്ട് മാറ്റാം, ഇല്ലെങ്കിൽ റിവാർഡായിട്ട് മാറാം. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടുവരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുള്ള ഒരാളെ റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ $900 കിട്ടും. അപ്പോൾ ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അവൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിലും ഒന്ന് വായിച്ച് നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതിൽ കയറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ മീ സെഷനിലേക്ക് വരിക, ഷെയർ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ വരിക. എൻ്റെ ഈ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക. അങ്ങനെ ബൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ $900 വർത്തുള്ള SATU എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാറ്റാനും പറ്റും. നിങ്ങൾ എന്താണ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ATS എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവരിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 18% ആണ് APR. ഇപ്പം നിങ്ങളൊരു എന്താണ് $100 ഇതിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ വർഷം നിങ്ങൾക്ക് $119 കിട്ടുള്ളൂ. പക്ഷേ എന്താണ് നമ്മതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. $10 വരെ നിങ്ങൾക്ക് മിനിമം ഇടാം. അപ്പോൾ $10 ഇട്ടെന്ന് പറഞ്ഞാൽ വർഷത്തിൽ അതിനനുസരിച്ചുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഇത് ലോക്കഡ് അല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ട്രാൻസാക്ഷനൊക്കെ എളുപ്പമാണ്. അപ്പോൾ മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അയച്ചിട്ട് ടോക്കൺ ബേൺ ആവാതെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു കാര്യം മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഈ വർത്ത് ഏത് നെറ്റ്വർക്കിലാണ് കിടക്കുന്നത്. ആ നെറ്റ്വർക്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഈ USDTയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേക്ക് ചെയ്യുക. ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ടൊക്കെ ലോസ് ആവാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പൈൽ എന്തുകൊണ്ടാണ് ടോക്കൺ നിങ്ങൾക്ക് കാണാതെ ആയത്, അതേപോലെ തന്നെ ട്രഷറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ക്വാണ്ടം വാലറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എൻ്റെ ടെലിഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി തന്നെ ഈ പഴയ ഏഞ്ചൽ വണ്ണിൻ്റെ ഈ $170 ഉള്ളത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ പൈസ കയറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്ത് ആക്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് $171 നിങ്ങൾക്ക് കയറും. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഇല്ലെങ്കിൽ പതുക്കെ എനിക്ക് പൈസ കിട്ടിയാൽ മതി, വിത്തിൻ 2-3-4 ഡേയ്സിലൊക്കെ എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മേലെ വന്നു, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീണ്ടും ലിങ്ക് കൊടുക്കാം. ഈ ഒരു ലൂട്ട്സ് ഒക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇല്ലെങ്കിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക് ചെയ്യാം. പൈസ ഒന്നും കൊടുക്കണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊക്കെ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ വിത്തിൻ 5 ഡേയ്സോ 3 ഡേയ്സോ 4 ഡേയ്സോ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. $171 ആയിക്കോട്ടെ, $100 ആയിക്കോട്ടെ, $100 ആയിക്കോട്ടെ, $50 ആയിക്കോട്ടെ, $20 ആയിക്കോട്ടെ, $125 ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.